ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാശ്മീർ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങൾ പോകുന്നത് സോൺമാർഗിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം വന്നിട്ട് 10 മണി ആവാനായി. നല്ല തണുപ്പാണ്, മൈനസ് ചെറുതായിട്ട് ഒരു -0 ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ സോൺമാർഗിലെ വിശേഷങ്ങൾ കാണാം. നല്ല തണുപ്പാണ്, രക്ഷയില്ല കേട്ടോ. നല്ല റൂമും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇവിടെയുള്ള പയ്യനാണത്. ഓക്കെ, ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലുള്ള മലയാളീസാണ്. വേറെ നമ്മൾ കൂടാതെ വേറെയും 4 കപ്പിൾസ് ഉണ്ട്. പിന്നെ ഇതാ ബാച്ചിലേഴ്സ് പയ്യന്മാർ 3 പേരുണ്ട്. ആ കാണുന്ന ട്രാവലറിലാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, നാളേക്ക് നോക്കിയാൽ ഇതാ നമ്മൾ പോകാൻ പോകുന്ന വണ്ടി. വീഡിയോ എടുത്തോടെ, കുഴപ്പമുണ്ടോ? ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഹായ്, നമുക്ക് സ്നോയിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ഫസ്റ്റ് വേണ്ടത് ബൂട്ടാണ്. അപ്പോൾ നമുക്ക് ബൂട്ട് ജസ്റ്റ് നോക്കി നോക്കാം. ബൂട്ടില്ലാതെ സ്നോയിലിറങ്ങിയ ടാസ്കാണ്. നമ്മൾ ഇട്ട് പോണ ഷൂ ആകെ കേട് വരും. പിന്നെ അവിടെ പോയി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ അത് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. 100 രൂപയാണ് വരുന്നത്. നമ്മൾ പോണ സ്ഥലത്തും ഉണ്ടാവും, പക്ഷെ നമ്മളവിടെ ബാർഗെയിൻ ചെയ്ത് ഒക്കെ എടുക്കണ്ടേ. ഇവിടെ 100 രൂപയ്ക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം. കിട്ടിയിട്ടുണ്ട്, ഫുള്ള് സെറ്റാണ്. അയ്യോ, തണുപ്പൊരു രക്ഷയില്ല കേട്ടോ. ജലദോഷമൊക്കെ പിടിച്ചുകൂടെ വന്നിട്ട്. പിന്നെ ഉണ്ടാവുമല്ലോ സ്വാഭാവികം. കറഞ്ഞിട്ടെന്നല്ലേ നമ്മൾ വന്നത്, പക്ഷെ അടിപൊളിയാണ്, രക്ഷയില്ല. പോകണ അറിയുന്നില്ല, ചില സമയത്ത് നന്നായിട്ട് വരും. ഓ, അടിപൊളി. സോണാമർഗിക്ക് ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിപ്പോൾ പ്രോപ്പർ ശ്രീനഗറാണ്. ശ്രീനഗർ ടു സോണാമർഗ് ആണ് നമ്മൾ പോണത്. ഏകദേശം 80 കിലോമീറ്ററൊക്കെ യാത്ര 1 ഹവറിൽ കൂടുതലുണ്ടാവും അല്ലേ? 1 ഹവറിൽ കൂടുതലുണ്ടാവും. ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ എങ്ങനെയാണ് നമുക്കറിയില്ല. നോക്കാം. 1, 1.5, 2 മണിക്കൂർ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് വന്നത് വിസ്മയ. ഞാൻ മലപ്പുറത്ത് തിരൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് പേര് പറഞ്ഞു. ഓക്കെ, എവിടെ നിന്ന് വരണേ? സെയിം, നമ്മൾ ഒരേ നാട്ടുകാര്. ഓക്കെ, എന്താ ചെയ്യണേ? ഓക്കെ, നിങ്ങളെന്താ ചെയ്യണേ? ഫൈൻ. ഓക്കെ, ശരി. ഓക്കെ, സെയിം നാട്ട്, നമ്മളൊക്കെ ഒരേ നാട്ടുകാരാ. ഓക്കെ, എന്താ ചെയ്യണേ? ഓക്കെ, ഫൈൻ. ഓക്കെ, 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 താങ്ക് യു. പറയടാ. ഓക്കെ, മലപ്പുറം. മലപ്പുറം എവിടെയാ? ഓക്കെ, എടാ പയ്യ ഒന്ന് പറ. ഓക്കെ, സെയിം, താങ്ക് യു. നമ്മളെ നാട് പോലെ ഇവിടെയും ടോളൊക്കെ കൊടുക്കണം കേട്ടോ. 100 രൂപ. സോൺമാർഗിലോട്ടുള്ള എൻട്രി ടണലാണിത്. ഈ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളൊരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ നേരിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് വാക്കുകളിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. അത്രയും അടിപൊളി വ്യൂ ആണ്. മഞ്ഞ് ഫാനിന് നല്ല പായിച്ചിട്ടോ. എന്താ പറഞ്ഞ ജാക്കറ്റ് ഒക്കെ ജാക്കറ്റ് തന്നെ അഭി നമ്മളിപ്പോൾ പൂര ഇവിടെ നമ്മളെ ജാക്കറ്റും ഷൂസൊക്കെ റെൻറ്റിന് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് നമ്മളിവിടെ മഞ്ഞ് കളിക്കണം ഇതേമാതിരത്തുള്ള ബൂട്ട് വേണം. അപ്പോൾ ഇവിടെ റെൻറ്റിന് വൺ ഡേ 100 രൂപയാണ് വരുന്നത്. ജാക്കറ്റും കിട്ടുന്നുണ്ട് 100 രൂപയാണ്. പിന്നെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 400-500 ഇവിടെ സാധനങ്ങളുണ്ട്. हम लोग को 4-5 बंदे से जैसे आप लोग 6-10 से 15 इतना बाइक जाएंगे ना, इतना बाइक लेना चाहिए. हम लोग एक बाइक से पूरे आदमी ऐसा करेगा तो मुश्किल कैसे आप बोला एक बाइक पे एक बंदा बैठता है. ओके എന്താ പറയാന്നറിയില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ് മക്കളെ. ലൈഫിൽ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ഡാറ്റ് നമ്മൾ കാണുമ്പോൾ വരുന്ന ഒരു ഫീലിംഗ്സ് രക്ഷയില്ല. आधा घंटा वेट करेगा. സോ ഹാപ്പി. ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ. ലൈഫിൽ ഒരു പ്രാവശ്യം കൂടി എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ, ഒരിക്കലെങ്കിലും. ഒരാഗ്രഹം മഞ്ഞൊന്ന് വാരി തിന്നു നോക്കാം. അപ്പൊ നമുക്കൊന്ന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, പച്ചളം പോലെ തന്നെ വയലെത്തുമ്പോൾ അരിഞ്ഞു കൊണ്ട്. സ്നോമാൻ ഉണ്ടാക്കിയ ആള്. ഇവരെന്താ സംസാരിക്കണമെന്ന് അറിയോ? നമ്മൾ റീൽസൊക്കെ ഇവരെടുത്ത് തരും. അതിനൊരു റീലിന് 150 രൂപയാണ്. 3 ഷോട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു റീല് അങ്ങനെ എടുത്തൊരു നല്ല ഇതാക്കാം. ഫുള്ള് സ്കാമാണ് ഇവിടെ സത്യം പറയുകയാണെങ്കിൽ. ഹായ്, നമ്മൾ സോൺമാർഗ് പോയി. ലാസ്റ്റ് ഒരു എൻഡിങ് എടുക്കാൻ പറ്റില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി. നല്ല എന്താ പറയുക, ഒരു മഞ്ഞും നല്ല കാലാവസ്ഥയും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെയിലൊന്ന് താഴ്ന്നപ്പോൾ ഭയങ്കര തണുപ്പായി. അടിപൊളിയായിരുന്നു. എല്ലാവരും എപ്പോഴേലൊക്കെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫിൽ നല്ല കുറച്ച് അനുഭവങ്ങളായിരിക്കും അതൊക്കെ.